എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 25ഓളം ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? നമ്മൾ ഏജിൻ്റെ പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമ്മളിങ്ങനെ ചോദ്യം തരുമ്പോൾ ആദ്യം അമ്മയുടെ പ്രായം എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അമ്മ എന്നെഴുതി, അതുപോലെ തന്നെ എന്തെഴുതി, രാജു എന്നും എഴുതി, സാധാരണ പോലെ എഴുതി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ പ്രായം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെയാണ് എഴുതാറുള്ളത്? 9:1. അതായത് രാജുവിൻ്റെ പ്രായം 1 ആകുമ്പോൾ അമ്മയുടെ പ്രായം 9 ആണ്. 9 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതിയാൽ മതി? 9:1 എന്ന് എഴുതിയാൽ മതി. പേടിക്കാതെ എഴുതാലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇനി എന്താ നമ്മൾ ചെയ്യാറുണ്ട്? 9 വർഷം കഴിയുമ്പോൾ എന്ന് പറയാറുണ്ട്. അതാണ് നമ്മൾ ഇവിടെ എഴുതാറുള്ളത്. എന്താ പറഞ്ഞത്? 9 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മളിവിടെ എഴുതും. 9 വർഷം കഴിയല്ലേ ഇന്ന്. എന്താവും? ഇത് 3 മടങ്ങായി മാറും. അപ്പോൾ അതെന്തായി? 9 മടങ്ങ് എന്ന് പറഞ്ഞാൽ 9:1 എന്ന് എഴുതുമ്പോൾ 3 മടങ്ങായി മാറുന്നതാണ്. നമ്മളെങ്ങനെ എഴുതും? 3:1 എന്ന് എഴുതുമല്ലോ. എങ്കിൽ ചോദ്യം എന്തായിരുന്നു? രാജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. അതാണ് ചോദ്യം. ഇപ്പോഴത്തെ വയസ്സ് അത് എത്രയാ? അത് ഈ 1 അല്ലേ? അതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറയാൻ പോവാണ്. ആദ്യം എന്ത് ചെയ്യും? ഇതാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതേ ഗുണിക്കണം. എത്ര വർഷം കഴിയുമ്പോഴാ? 9. ഇതല്ലേ ഇത്. 9 ഗുണിക്കണം. ഇനി എന്താ? ഇവിടെ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡിഫറൻസ്. ഓപ്പോസിറ്റ് 3:1 അതിൻ്റെ വ്യത്യാസം എത്രയാ? 3ൽ നിന്ന് 1 പോയാൽ എത്രയാ? 2 ഡിവൈഡഡ് ബൈ. ഇനി എന്ത് ചെയ്യും? ക്രോസ് ഗുണിക്കും അല്ലേ? ക്രോസ് ഗുണിക്കും. 9 × 1 എത്രയാ? 9. ഇനി എന്ത് ചെയ്യണം? 3 × 1 അതെത്രയാ? 3. അവയുടെ വ്യത്യാസം എന്ത് ചെയ്യുന്നു? ക്രോസ് ഗുണിച്ചിട്ട് ക്രോസ് ഗുണിച്ച് 9 × 1 9. പിന്നെ എന്താ? 3 × 1 3. അവയുടെ വ്യത്യാസം എത്രയാ വരിക? 1 ഗുണിക്കണം 9 ഗുണിക്കണം 2 ഡിവൈഡഡ് ബൈ 9 ന്ന് 3 പോയാൽ എത്രയാ? 6 അല്ലേ? വെട്ടി ചെറുതാക്കാമല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഗുണിച്ചെഴുതിയാലും മതി. ഗുണിച്ചെഴുതണം എന്നുണ്ടെങ്കിൽ ഗുണിച്ചെഴുതാം, വെട്ടി ചെറുതാക്കണമെങ്കിൽ വെട്ടി ചെറുതാക്കാം. സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ? അത് നമുക്ക് ഗുണിച്ചെഴുതാം. 18/6 ആണ്. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 3. നമ്മുടെ ഉത്തരം എത്രയാണ്? 3. ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി 3 നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. x:3 സമം 10:15 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇതൊന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇത് നമ്മുടെ സിലബസിൽ ശരിക്കും പറഞ്ഞിട്ടില്ല അല്ലേ? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ നോക്കുക? x:3 സമം 10:15 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇങ്ങനെ ചോദിച്ചാൽ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? പുറത്തുള്ളത് 2 ഗുണിക്കുക, അകത്തുള്ള 2 ഗുണിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? പുറത്തുള്ള 2 ഗുണിക്കുക, അകത്തുള്ള 2 ഗുണിക്കുക. എങ്ങനെയാ? x ഗുണിക്കണം 15 സമം എന്ത്? 3 ഗുണിക്കണം 10. അതല്ലേ പറഞ്ഞത്? ഒന്നും കൂടിയും പറയുകയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പുറത്തുള്ള 2 ഗുണിക്കുക. എന്താണ്? x ഗുണിക്കണം 15 സമം എന്താണ്? അകത്തുള്ള 2 ഗുണിക്കുക 3 ഗുണിക്കണം 10. ഇനി എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഇവിടെ ഗുണനമാണ്. എക്സിനെ അവിടെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ സമം വലതുവശത്ത് എന്തുണ്ട്? 3 ഗുണിക്കണം 10 ഉണ്ട്. ഇനി നോക്ക്, ഈ 15 ഇവിടെ ഗുണനമാണ്. സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഹരണമായിട്ട് മാറും. ഓക്കെ ആണല്ലോ? 3 ഗുണിക്കണം 10 30 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ എത്ര കിട്ടുക? 2. എത്ര കിട്ടുക? 2. നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ എ 2. ഇതിങ്ങനെയല്ല എങ്കിൽ x:3 അല്ലെങ്കിൽ a:b എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥമാക്കുന്നത് a/b എന്നാണ്. a:b എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? a/b എന്നാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x:3 നമുക്ക് എങ്ങനെ എഴുതാം? x/3 സമം എന്താണ്? 10/15 എന്ന് എഴുതാം. ഇതുതന്നെയാണ് എന്ത്? ഈ ക്രോസ് ചെയ്ത് ഗുണിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ x × 15 സമം നേരെ ക്രോസ് ചെയ്യാണ്.
അപ്പോൾ എന്ത് ചെയ്യും, എക്സ് ഇൻറ്റു 15 സമം 10 ഇൻറ്റു 3. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അത് തന്നെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സമം 3 ഇൻറ്റു 10 30, 30/15 എത്രയാ 2. ഇതാണ് ശരിക്കുള്ള കാര്യം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എന്ത്, ഇങ്ങനെ A/B, അതായത് A/B സമം C/D ആണെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം പുറത്തുള്ള രണ്ടെണ്ണം A ഇൻറ്റു D ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും, A ഇൻറ്റു D ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും, അകത്തുള്ള രണ്ടെണ്ണം B ഇൻറ്റു C ചെയ്യും. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു മട്ട ത്രികോണത്തിൻ്റെ പാദം 3 സെൻറ്റിമീറ്റർ, ലംബം 4 സെൻറ്റിമീറ്റർ ആയാൽ കർണം എത്ര? ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ജിയോമെട്രി ഇല്ലല്ലോ, പക്ഷെ ജിയോമെട്രി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെന്താ സാധനം? പക്ഷേ പൈതഗോറസ് ത്രയങ്ങളാണ് അല്ലേ, ത്രയങ്ങളാണ്. പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നതാണ് ഇവിടെ അല്ലേ. ഒരു മട്ട ത്രികോണത്തിൻ്റെ പാദം 3 സെൻറ്റിമീറ്റർ, ലംബം 4 സെൻറ്റിമീറ്റർ ആയാൽ കർണം എന്ത്? ഒരു മട്ട ത്രികോണത്തിൻ്റെ പാദം 3 സെൻറ്റിമീറ്റർ, ലംബം 4 സെൻറ്റിമീറ്റർ ആയാൽ ഈ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം എന്ത്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതാണ് എന്ത് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറാണിത് അല്ലേ. പൈതഗോറസ് തിയറമാണ് എന്ത്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ സമം എന്താണ്, എ സ്ക്വയർ സമം ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ഇവിടെ എങ്ങനെ ഉപയോഗിക്കാം, കർണം സ്ക്വയർ നമുക്കറിയില്ല. കർണം സ്ക്വയർ സമം പാദം എത്രയാണ് 3 സ്ക്വയർ പ്ലസ് ലംബം എത്രയാണ് 4, അതിൻ്റെ സ്ക്വയർ. ഇത് ചെയ്താൽ എത്ര കിട്ടും, 3ൻ്റെ സ്ക്വയർ 9 കൂട്ടണം 4ൻ്റെ സ്ക്വയർ 16, അതാണ് എന്ത് കർണത്തിൻ്റെ സ്ക്വയർ, അതായത് 25. കർണം സ്ക്വയർ 25 ആണെങ്കിൽ കർണം എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി, ഇവിടെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ റൂട്ട് എടുക്കണം. ഇത് കർണമായി. റൂട്ട് 25 എത്രയാ, 5. നമ്മുടെ ഉത്തരം 5 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വരാണെന്നുണ്ടെങ്കിൽ അടുത്ത എന്തായിരിക്കും, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, അത് കാണാതെ പഠിച്ചോ, ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം ജിയോമെട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഞാനൊന്ന് പറയാം. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം എന്തായിരുന്നു, ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സമചതുരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വശങ്ങൾ എന്തായിരിക്കും, എല്ലാ വശവും തുല്യമായിരിക്കും. അതിനെ ഞാൻ എ എന്നെടുത്തു. അതെന്താണ് 16 സെൻറ്റിമീറ്റർ, അതായത് ഈ 4 വശവും കൂട്ടുന്നതാണ് എന്ത് 16 സെൻറ്റിമീറ്റർ, അതായത് 4a. അതായത് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ, 4a ആണ്. അതെന്താണ് 16 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്താ, വശം. ഒരു വശം എത്രയാണ്, 16/4 ആണ്. അതെത്രയാണ്, 4 സെൻറ്റിമീറ്റർ ആണ്. ഒരു വശം 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏരിയ കാണാനാണ് അല്ലേ. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം, ഏരിയ കാണണം. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ. അതായത് നീളം ഇൻറ്റു വീതി. നീളം എത്രയാണ്, എ ആണ്. വീതി എത്രയാണ്, അതും എ ആണ്. അപ്പോൾ എ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ, 4 ഗുണിക്കണം 4 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ട് കഴിഞ്ഞ LGS സ്റ്റേജ് 3 ചോദിച്ചു. എന്ത്, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ട് വശത്തിൻ്റെ നീളം ചോദിച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും എന്തല്ല, ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയണമായിരുന്നോ, വേണമായിരുന്നു അല്ലേ. എ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവുകളെ കൂട്ടുന്നതാണ് ചുറ്റളവ്. അപ്പോൾ ഇവിടെ നോക്ക്, എ 3a എന്ന് പറയുന്നത് നമുക്ക് തന്നു, എന്തോ ഒരു പോയിൻ്റുള്ള വാല്യൂ ആയിട്ട് തന്നു. അതായത് 12.9 എന്നുള്ള വാല്യൂ ആയിട്ടാണ് തന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, ഇവർ മെയിനായിട്ട് ഉദ്ദേശിച്ചത് എന്താണ്, 12.9നെ 3 കൊണ്ട് ഹരിക്കാനുള്ള കഴിവുണ്ടോ നമുക്ക് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം മാത്രമായിരുന്നു. കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തത് എന്താ, 3a സമം 12.9 ആണെങ്കിൽ എ കാണാൻ എന്ത് ചെയ്താൽ മതി, 12.9നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. പക്ഷേ ചുറ്റളവ് 3a ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണമായിരുന്നു അല്ലേ. ചുറ്റളവ് 3 ഗുണിക്കണം വശമാണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണമായിരുന്നു. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ചുറ്റളവ് തന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പഠിച്ചു വയ്ക്കാം അല്ലേ.
ഇതിലെ ഒന്ന് പഠിച്ചു വയ്ക്കാം. സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചുറ്റളവ് കാണാൻ 4a ആണ്. ഇതൊന്ന് ഓർത്തു വെച്ചോ. കാരണം ഇതുപോലൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിലോ, അതായത് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 12.8 ആണ് എന്ന് തരികയാണ്. അതായത് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 12.8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വശം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? വശം എന്താണ്? ചുറ്റളവ് എന്താ? 4 ഗുണിക്കണം വശം. 4a ആണെന്ത്? 12.8. അപ്പോൾ a കാണാൻ എന്ത് ചെയ്യണം? 12.8 ഹരിക്കണം 4. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റുള്ള സംഖ്യേനെ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റ് അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എത്രയാണ്? 128. എന്നിട്ട് അതിനെ ഹരിക്കുക ആദ്യം. ഇതിനെ ഹരിച്ചാൽ എത്ര കിട്ടുക? 3 4 12 0 8 2 32 എന്ന് കിട്ടും അല്ലേ? 32 എന്ന് കിട്ടും. നേരെ 32 എഴുതിയ ഉത്തരമായോ? ഇല്ല. കാരണം ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് നമ്മൾ ഹരിച്ചേ. ഇനി എന്ത് ചെയ്യും? അതേ സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ട്, അപ്പോൾ ഒരു സ്ഥാനം തന്നെ മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ 2 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു. ഇതിൽ ഇമ്പോർട്ടൻ്റ് സാധനം ഓർത്ത് വെച്ചോ. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 4a ആണ്. സമഭുജ ത്രികോണത്തിൻ്റെ, ഇത് ചതുരത്തിൻ്റെ, സമചതുരം സമഭുജ ത്രികോണത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചുറ്റളവ് എന്തായിരിക്കും? 3a ആയിരിക്കും. അതായത് അതിൻ്റെ വശങ്ങളെ കൂട്ടുന്നത്, അതിൻ്റെ ചുറ്റുമുള്ള വശങ്ങളെ കൂട്ടുന്ന അളവായിരിക്കും എന്ത്? ചുറ്റളവ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരാൾ 25 മീറ്റർ കിഴക്കോട്ട് നടന്ന ശേഷം, ഇത് എന്താണ്? ദിശാബോധമാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തുകൊണ്ട് ചോദ്യം വായിക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം എന്ത് ചെയ്യാം? ഇത് വരച്ച് വയ്ക്കുക. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇത് കാണാതെ പഠിക്കാതെ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നോക്ക്. ആദ്യം ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ എന്ത് ചെയ്തു? 25 മീറ്റർ കിഴക്കോട്ടാണ് നടന്നത്. കിഴക്ക് ഏതാ? ഇതല്ലേ? എത്ര നടന്നത്? 25 മീറ്ററാണ് നടന്നത്. ഇനി എന്ത് ചെയ്തു? ഇടത്തോട്ട് തിരിഞ്ഞ്, ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ എത്രയാ? ഇങ്ങോട്ടല്ലേ? അതെത്രയാ? 10 മീറ്ററാണ്. പിന്നീട് ഇവിടെ നിന്ന് എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. ഇവിടെ എത്രയാ? 20 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. അപ്പോൾ ഇതെത്രയാ? 10 മീറ്ററാ. എങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര മീറ്റർ അകലെയാണ് എന്നാ? ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 20 ആണ്. ഇതൊരു ചതുരായില്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 20 തന്നെ ആയിരിക്കും. അപ്പോൾ ആകെ ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളതാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്താൽ ഇത് രണ്ടും കൂട്ടിയാൽ 25 20 കൂട്ടിയാൽ 45 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു വരിയിൽ തോമസ് മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 8-മതുമായാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 8-മതുമായാൽ വരിയിൽ എത്ര ആളുണ്ട്? എന്ത് ചെയ്യും? ഇത് രണ്ടും കൂട്ടുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? 1 കുറയ്ക്കുന്നു. എത്രയാ? അതായത് ഒരേ പൊസിഷനാണ്. ആ പൊസിഷനിൽ ആദ്യം എന്ത് ചെയ്യുന്നു? വലതുവശത്ത് നിന്ന് 9-മതും പിറകു വശത്ത് നിന്ന് 8-മതുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെ എത്ര പേരുണ്ട് കാണാൻ? 9 കൂട്ടണം 8 17. 17-ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 16. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 16. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതും സിലബസിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്, എന്നാലും നമ്മളിതൊന്ന് പഠിച്ചു വയ്ക്കാം. എന്താണ്? ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആയാൽ പരപ്പളവ് കാണുക എന്നാണ് പറഞ്ഞത്. സമചതുരത്തിൻ്റെ വികർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതായിട്ടുള്ളത് എന്താ? സമചതുരത്തിൻ്റെ വികർണം. അതിന് നമ്മൾ ഡി എന്നാണ് വിളിക്കുക കേട്ടോ. സമചതുരത്തിൻ്റെ വികർണം കണ്ടല്ലോ. ഇതാണ് സമചതുരത്തിൻ്റെ വികർണം. അത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. വികർണം തന്നിട്ട്, ഒരു സമചതുരത്തിൻ്റെ വികർണം തന്നിട്ട് നമ്മളോട് പരപ്പളവ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വികർണത്തിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 2 കൊണ്ട് ഹരിക്കുക. എന്ത് ചെയ്യണ്ടേ? വികർണത്തിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 2 കൊണ്ട് ഹരിക്കുക. പരപ്പളവ് എന്ന് പറഞ്ഞാൽ വികർണം സ്ക്വയർ ബൈ 2 ആണ്. എങ്കിൽ പറ, വികർണം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. 6 സ്ക്വയർ ബൈ 2. 6ൻ്റെ സ്ക്വയർ എത്രയാ? 36. 36-നെ 2 കൊണ്ട് ഹരിച്ചാൽ 18 ആണ് എന്ത്? നമ്മുടെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് എന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അരുണിൻ്റെ അച്ഛൻ രമയുടെ സഹോദരനാണ് എങ്കിൽ രമ അരുണിൻ്റെ ആരാണ്? സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ? എന്താ പറയുന്നത്? അരുണിൻ്റെ അച്ഛൻ നമ്മളിത് എങ്ങനെയാണ് എഴുതുന്നത് അല്ലേ? അച്ഛൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എഴുതാം കേട്ടോ. രമയുടെ സഹോദരനാണ്. അപ്പം എന്താണ്? അച്ഛൻ രമയുടെ സഹോദരനാണ്.
എന്താ പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ രമ അരുണിൻ്റെ ആരാണെന്നാണ് ചോദിച്ചത്. അരുണിൻ്റെ ആരാണ് രമ എന്നാ ചോദിച്ചത്. ആരായിരിക്കും? അമ്മായി ആയിരിക്കും അല്ലേ. അച്ഛൻ്റെ സഹോദരിയാണെന്നുണ്ടെങ്കിൽ അത് അമ്മായി ആയിരിക്കും. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നല്ലൊരു ചോദ്യമാണ്, ബോർഡ് മാസം എന്നുള്ള ചോദ്യമാണ്. 50 കുറയ്ക്കണം 10 + 3 - 2 ഗുണിക്കണം 4 ഹരിക്കണം 5 അല്ലേ, ഡിവൈഡഡ് ബൈ 5. ഇപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്കറിയാം നമ്മുടെ എന്താണ് ബോർഡ് മാസമാണെന്ന് നമുക്കറിയാം. ബോർഡ് മാസം ആകുമ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? 10 കൂട്ടണം 3 കുറയ്ക്കണം 2 ഗുണിക്കണം 4. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളത്തെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റിൽ ആദ്യം ആരെയാണ് ചെയ്യേണ്ടത്? ഇവിടെ എന്താ ഇനിയുള്ളത്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കി, ഇല്ല. പിന്നെന്താ ഓഫ് ഉണ്ടോ നോക്കി, അതുമില്ല. ഇനി എന്താ ഡിവിഷൻ ഹരണം ഉണ്ടോ നോക്കി, അതുമില്ല. മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ഉണ്ട് അല്ലേ. 2 ഗുണിക്കണം 4 എത്രയാണ്? 8. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്? 10 കൂട്ടണം 3 കുറയ്ക്കണം 8 എന്ന് മാത്രം വന്നു. 10 കൂട്ടണം 3 എത്രയാ? 13. 13ൽ നിന്ന് 8 പോയാൽ 5 ആയിട്ട് കിട്ടി. അതായത് ചോദ്യം എങ്ങനെയായി? 50 കുറയ്ക്കണം 5 ഡിവൈഡഡ് ബൈ 5. ഇനി എന്താ? ഇത് രണ്ടും വെട്ടിപ്പോയില്ലേ. അപ്പോൾ എത്ര? 1. 50 കുറയ്ക്കണം 1 എത്രയാണ് നമ്മുടെ ഉത്തരം? 49. സിമ്പിൾ ചോദ്യമാണല്ലോ. ആദ്യം എന്താ ചെയ്തത്? ചോദ്യം ഒന്നും കൂടി എഴുതാം. 50 കുറയ്ക്കണം 10 + 3 കുറയ്ക്കണം 2 ഗുണിക്കണം 4 ഡിവൈഡഡ് ബൈ 5. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്തു. ആദ്യം 2 ഗുണിക്കണം 4 8. ഇവിടെ എന്താ? 10 കൂട്ടണം 3 13. 13ൽ നിന്ന് 8 കുറച്ചാൽ മൊത്തത്തിൽ എന്തായി? 50 കുറയ്ക്കണം 5/5 എന്ന് വന്നു. ഈ 5ഉം 5ഉം വെട്ടിപ്പോയി. അപ്പോൾ 1 ആയി അല്ലേ. അപ്പോൾ 50ൽ നിന്ന് 1 കുറച്ചു എത്രയാ? 49. സിമ്പിൾ ചോദ്യമാണല്ലോ. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 5/3/4 ഏതു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും എന്നാ ചോദിച്ചത്. എന്താ ചോദിച്ചത്? 5/3/4 ഏതു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഏതൊരു സംഖ്യയെയും അതിൻ്റെ വ്യുൽക്രമം കൊണ്ട്, എന്താണ് അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. എന്താ ഞാൻ പറഞ്ഞത്? ഏതൊരു സംഖ്യയെയും അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, 5/3/4 ഇതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ വ്യുൽക്രമമാക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വിഷമഭിന്നമാക്കണ്ടേ. എങ്ങനെ ആക്കുക? 4 ഗുണിക്കണം 5 എത്രയാ? 20 + 3 ഈ 3 ഡിവൈഡഡ് ബൈ ഛേദം ഏതാ? 4 തന്നെ. അപ്പോൾ എത്രയാണത്? 23 ഡിവൈഡഡ് ബൈ 4. നമ്മുടെ സംഖ്യ ഏതാണ്? 23/4. ഇതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും എന്നാ ചോദിച്ചത്. 23/4 എന്തുകൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും എന്നാ ചോദിച്ചത്. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. 23/4 വ്യുൽക്രമം എത്രയാ? 4/23. അതായത് നേരെ തിരിച്ചിട്ടാൽ മതി. മനസ്സിലായല്ലോ. അപ്പം എന്തായി? വെട്ടിപ്പോയി. അപ്പം എന്താണ്? 1 എന്ന് കിട്ടും. അപ്പം എന്താണ് ചെയ്യുന്നത്? ഏതൊരു സംഖ്യയെയും അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എന്താ? 23/4 ആണ്. അതിൻ്റെ വ്യുൽക്രമം 4/23. നമ്മുടെ ഉത്തരം എന്താണ്? 4/23. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു കുട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ 6% ലാഭം കിട്ടി. ഒരു കുട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ 6% ലാഭം കിട്ടി എന്നാണ് പറയുന്നത്. എന്താണ്? അപ്പോൾ കുടയുടെ വിറ്റ വിലയാണ് ചോദ്യം. 6% ലാഭം കിട്ടിയത് എന്താ? 9 രൂപ കൂട്ടി വിറ്റപ്പോൾ. അതായത് 6% എന്ന് പറയുന്നത് എന്താ? 6% എന്ന് പറയുന്നത് എന്താ? 9 ആണ് അല്ലേ. നമ്മുടെ 6% എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. ഇത് 2 രീതിയിൽ ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ച രീതിയാണ്. അപ്പോൾ 6% 9 ആണ് എങ്കിൽ 6% 9 എങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് വിറ്റ വിലയാണ്. നമ്മൾക്കറിയാം വാങ്ങിയ വില നമ്മൾ എന്തായിട്ടാണ് എടുക്കാറ്?
100ആയിട്ടാണ് എടുക്കാറ്, 100% എടുക്കാറ്. വിറ്റ വില അപ്പം എന്തായിരിക്കും? വിറ്റ വില എന്തായിരിക്കും? വിറ്റ വില എന്തായിരിക്കും? 6% ലാഭമല്ലേ കിട്ടിയത്. അപ്പം എന്താണ്? 100 + 6 106% എന്ത്? വിറ്റ വില എന്ന് പറയുന്നത്. 6% 9 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിറ്റ വില കണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിയ വില 100% ആണെന്ന് അറിയാം നമുക്ക്. നമ്മൾ അങ്ങനെയാണ് എപ്പോഴും എടുക്കുന്നത്. എന്താണ്? വാങ്ങിയ വില 100% ആണെന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിറ്റ വില കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വിറ്റ വില കാണാൻ വേണ്ടിയിട്ട് 100 വാങ്ങിയ വില പ്ലസ് ലാഭം കിട്ടിയ 6%. അപ്പം 106% എന്ത്? വിറ്റ വില എന്ന് പറയുന്നത്. 106% എന്ത്? വിറ്റ വില എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി? ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാറ്? നമ്മൾ ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ ക്രോസ് ഗുണിക്കും അല്ലേ? 9 ഗുണിക്കണം 106 ഡിവൈഡഡ് ബൈ 6 ഗുണിക്കണം സംഖ്യ, ഇവിടെ ആളില്ലാത്തതുകൊണ്ട് 6. ഓക്കെ ആണല്ലോ. ഇനി വെട്ടാം. എത്രയുണ്ട് വെട്ടാം? അല്ല, ഇതെഴുതി ഒന്നും കൂടിയും പറയണോ? നോക്ക്, ഒന്നും കൂടിയും പറയാം. 6% 9 രൂപയാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താ? ഒരു കുട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ, വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടിയപ്പോൾ എന്തായി? 6% ലാഭം കിട്ടി എന്നാണ് പറഞ്ഞത്. അതായത് 6% ലാഭം കിട്ടുന്നത് എന്താണ്? 9 രൂപയ്ക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. 6% 9 രൂപയാണ് എന്ന് നമുക്ക് കിട്ടി. പിന്നെ നമ്മളോട് പറഞ്ഞു കാണേണ്ടത് വിറ്റ വിലയാണ്. വിറ്റ വിലയാണ് കാണേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? 6% ലാഭമാണ്. 6% ലാഭമാണ്. ലാഭമാണെങ്കിൽ എന്ത് ചെയ്യണം? 100ൻ്റെ കൂടെ 6 കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 106% എന്ത്? ലാഭം. അതായത് വിറ്റ വില എന്ന് പറയുന്നത്. ലാഭമല്ല, വിറ്റ വില എന്ന് പറയുന്നത് എന്താണ്? 106%. അതെത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ എന്തായി? നമ്മുടെ ഉത്തരമായി. ഓക്കെ ആണല്ലോ. നമ്മൾ സാധാരണ ചെയ്യാറെന്താ? വാങ്ങിയ വിലയാണ് ചോദ്യത്തിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ 100% കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇത്തവണ എന്തുണ്ട്? 106% കാണണം. കാരണം വിറ്റ വിലയാണ് ചോദിച്ച്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 ഗുണിക്കണം 106 ഡിവൈഡഡ് ബൈ നേരെ 6 ഗുണിക്കുക. 6 ഗുണിക്കാൻ സംഖ്യയില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 6 തന്നെ എഴുതിയാൽ മതി. ഇനി പറ, ഇതിനെന്തുകൊണ്ട് വെട്ടാം? 3 കൊണ്ട് വെട്ടി. അപ്പോൾ എത്ര? ഇവിടെ 2, ഇവിടെ 3. 106 എന്തുകൊണ്ട് വെട്ടാം? 2 കൊണ്ട് വെട്ടാം അല്ലേ? അപ്പം എത്ര കിട്ടുക? 53. ഇനി എന്ത് ചെയ്താൽ മതി? 3 ഗുണിക്കണം 53 ചെയ്താൽ മതിയല്ലോ. അപ്പം പറ, 3നെ 53 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 150. 159 എന്ന് കിട്ടും. 159 എന്ന് കിട്ടും. സിമ്പിൾ ചോദ്യമാണല്ലോ. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്മുടെ രീതിയിൽ തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 20 സംഖ്യകളുടെ ശരാശരി 15 ആണ്. അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 ആണ്. എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള എന്താണ്? 20 സംഖ്യകളുടെ ശരാശരി 15 ആണ്. അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 ആണ്. എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി കാണാനാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 20 സംഖ്യകളുടെ തുക കാണാലോ ആദ്യം. 20 സംഖ്യകളുടെ തുക കാണാലോ ആദ്യം. എങ്ങനെ കാണുക? 20 ഗുണിക്കണം 15 ശരാശരി. എന്താണ്? എണ്ണം ഗുണിക്കണം ശരാശരിയാണ് എന്ത്? തുക. എണ്ണം ഗുണിക്കണം ശരാശരിയാണ് തുക, അറിയാലോ. 20 ഗുണിക്കണം 15 ചെയ്താൽ എത്ര കിട്ടുക? 300 എന്ന് കിട്ടും. 300 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 ആണ്. എങ്കിൽ എന്ത് ചെയ്യാം? ആദ്യത്തെ 12 സംഖ്യകളുടെ തുക കാണാലോ സെപ്പറേറ്റ്. ആദ്യത്തെ 12 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ഗുണിക്കണം 8. 12 ഗുണിക്കണം 8 അത് എത്രയായിരിക്കും? 96 ആണ്. 12നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 96 ആണ്. 80ഉം 16ഉം അല്ലേ? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 20 സംഖ്യകളുടെ തുകയും കിട്ടി, ആദ്യത്തെ 12 സംഖ്യകളുടെ തുകയും കിട്ടി. ഇനി എന്താ വേണ്ടത്? ബാക്കി സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബാക്കി സംഖ്യകളുടെ തുക കിട്ടണ്ടേ? ബാക്കി ഇനി എത്ര സംഖ്യകളുണ്ട്? 8 സംഖ്യകളുണ്ട്. അവരുടെ തുകയാണ് നോക്കുന്നത്. അവരുടെ തുക കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്തായി?
ഈ 300-ൽ നിന്ന് ഈ 96 കുറച്ചാൽ മതിയല്ലോ. ഈ 20 സംഖ്യകളുടെ തുകയിൽ നിന്ന് 12 സംഖ്യകളുടെ തുക കുറച്ചാൽ മതി, 96 കുറച്ചാൽ മതി. അപ്പം എത്ര കിട്ടുക? 204 എന്ന് കിട്ടും അല്ലേ? നമുക്ക് 204 എന്ന് കിട്ടും. എന്താണ്? 8 സംഖ്യകളുടെ തുകയാണ് എന്ത്? 204. അപ്പം ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 8 സംഖ്യകളുടെ, അതായത് ബാക്കി സംഖ്യകളുടെ ശരാശരി അല്ലേ കാണേണ്ടത്? ശരാശരി അല്ലേ കാണേണ്ടത്? ശരാശരി കാണാൻ എന്താ ചെയ്യേണ്ടത്? തുക ബൈ എണ്ണമാണ് ശരാശരി. നമുക്കറിയാമല്ലോ തുക എത്ര? 204 ഹരിക്കണം എണ്ണം എത്രയാണ്? 8 സംഖ്യകളാണ് ബാക്കിയുള്ളത്, 8. 204-നെ 8 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കാം. ഇവിടെ ഹരിച്ച് കാണിച്ചു തരാം. ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 16 ശിഷ്ടം 4 4. അപ്പം എത്രയാ? എണ്ണ 5 40 അല്ലേ? എണ്ണ 5 40 ശിഷ്ടം 4. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഓപ്ഷനിൽ നോക്കിയാൽ മതി. 25 വെച്ചിട്ട് ഓപ്ഷനിൽ നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. എന്നാലും ബാക്കി കൂടി ചെയ്യാം. ചെയ്താൽ എത്രയാ? 4 പോവോ? ഇല്ല. അപ്പോൾ നമ്മളൊരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ടു. എണ്ണ 5 40 അല്ലേ? എണ്ണ 5 40. അപ്പോൾ നമുക്ക് ശിഷ്ടം 0 ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 25.5 ആണെന്ത്? ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി. ഡയറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു തീവണ്ടിയുടെ വേഗത 8 km/മണിക്കൂറാണ് അല്ലെങ്കിൽ അവറാണ് എങ്കിൽ ആ തീവണ്ടി 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ ഇതിലുള്ള പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. കാരണം ഇപ്പോൾ HSC സ്റ്റേജ് 3-ലുള്ള ചോദ്യം നിങ്ങൾ കണ്ടില്ലേ? മിനിറ്റിനെ സെക്കൻഡ് ആക്കുന്ന ഒരു ചോദ്യമായിരുന്നു. 15 മിനിറ്റിന് എത്ര സെക്കൻഡ് ആക്കുന്ന കണ്ടുപിടിക്കാൻ അറിയായിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു, 1 മാർക്ക്. നമ്മളത് അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് മിനിറ്റിനെ സെക്കൻഡ് ആക്കേണ്ടതെന്ന്. അപ്പോൾ അത് മാത്രം ഒന്ന് ജസ്റ്റ് ആ ഏരിയ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്താ ചോദ്യം? ഒരു തീവണ്ടിയുടെ വേഗത 8 km/h. തീവണ്ടി 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് കാണേണ്ടത് ദൂരമാണ് കാണേണ്ടത്. ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? വേഗത ഗുണിക്കണം എന്താ? സമയം. വേഗത ഗുണിക്കണം സമയം. ഇനി ത്രികോണം ഞാൻ ഇനി വരയ്ക്കണോ? ത്രികോണം വരയ്ക്കണോ? എന്തായിരുന്നു കോഡ്? എന്തായിരുന്നു? DST. കോഡ് അതായിരുന്നു. ഡി എന്താ? ഡിസ്റ്റൻസ്, ദൂരം. അത് കാണാനാണ് പറഞ്ഞത്. അപ്പം എന്തെഴുതി? എസ് എന്താ? സ്പീഡ്. ഗുണിക്കണം ടൈം. ടൈം എന്താ? സമയം. വേഗത ഗുണിക്കണം സമയം. വേഗത ഗുണിക്കണം സമയം ചെയ്യാലോ. വേഗത എത്രയാ? 8 km/h. ഇനി എന്താ പറഞ്ഞത്? സമയം എത്രയാ? 6 മിനിറ്റ് ആണ്. എന്താ പറഞ്ഞത്? 6 മിനിറ്റ് ആണ്. ആയതുകൊണ്ട് നേരെ 8 ഗുണിക്കണം 6 എഴുതിയ ഉത്തരം കിട്ടുമോ? ഇല്ല. 6 മിനിറ്റ് ആണ്. 6 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ 1 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? അതിനെ 60 കൊണ്ട് ഹരിക്കണം. എന്ത് ചെയ്യേണ്ടത്? 60 കൊണ്ട് ഹരിക്കണം. അതായത് 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1/60 മണിക്കൂറിന് തുല്യമാണ്. അതുകൊണ്ടാണ് 60നെ കൊണ്ട് ഹരിക്കുന്നത്. അതൊന്നും പഠിക്കണ്ട. മിനിറ്റിനെ മണിക്കൂറിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇത് വെട്ടാലോ? വെട്ടിയാൽ എത്രയാ? 1/10 എന്ന് കിട്ടി. അതായത് 8/10 ആണെന്ത്? ദൂരം. 8/10 ചെയ്യുക എങ്ങനെയാ? ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. 10 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ അല്ലേ? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. എത്രയാണ് അപ്പോൾ? 0.8 കിലോമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ഇവിടെ ചെയ്തത്? വേഗത എത്രയാണ്? 8 km/h ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? ദൂരം എത്ര കിലോമീറ്ററിലാണ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് km/h മാറ്റാനില്ല എന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുന്നു? 6 മിനിറ്റ് ആണ്. 6 മിനിറ്റിന് നമ്മൾ എന്താക്കണം? മണിക്കൂറിലാക്കണം. എന്നാലേ ഇക്വേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പം മിനിറ്റിനെ മണിക്കൂറിലാക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 60 കൊണ്ട് ഹരിച്ചാൽ മതി. ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 1/10 എന്നാക്കി. അപ്പോൾ ഉത്തരം 8/10. ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 1 ദശാംശ സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. നമ്മുടെ ഉത്തരം 0.8 കിലോമീറ്റർ. ഈ 0.8 കിലോമീറ്ററിന് പകരം നിങ്ങൾക്ക് ഓപ്ഷനിൽ 800 മീറ്റർ എന്നാണ് തന്നിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്താൽ മതി? ഈ 0.8 കിലോമീറ്റർ എന്ന് പറയുന്നതിനെ മീറ്ററിലേക്ക് മാറ്റണ്ടേ?
എന്ത് ചെയ്താൽ മതി? 0.8 കിലോമീറ്ററിനെ 0.8 കിലോമീറ്ററിന് എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ അതെന്തായി? മീറ്ററായി. അപ്പോൾ അതിന് എന്ത് പഠിച്ചു? കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായല്ലോ? കിലോമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മീറ്ററിനെ കിലോമീറ്ററിലാക്കാനോ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഒറ്റയാന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 17, 19, 21, 23. അപ്പോൾ നമ്മൾ കുറേ പ്രോബ്ലംസ് ഇതേമാതിരി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാരണം കൂടി അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം കൂടി അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യണം. ഉത്തരത്തിൻ്റെ കൂടെ ഉത്തരം ഏതാണെന്നും കാരണം എന്താണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തു നോക്കാം അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം ഒരു LGS ലെവലിന് ഉള്ള ചോദ്യത്തിനേക്കാൾ ഇച്ചിരി ടൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10th പ്രിലിംസിനൊക്കെ പറ്റിയൊരു ചോദ്യമാണ്. പക്ഷേ നമുക്കിത് ചെയ്ത് നോക്കാനുള്ള നിർബന്ധമാണ് അല്ലേ? എന്നാലും ചെയ്യാം. ഒരു സംഖ്യയിൽ നിന്ന് 1/2 കുറച്ച് കിട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ 1/8 കിട്ടിയെങ്കിൽ സംഖ്യ ഏതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ സംഖ്യയെ എക്സ് എന്നെടുക്കാൻ പോവുകയാണ്, ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. എക്സ് എടുത്തു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അല്ല എങ്കിൽ ഓപ്ഷനിൽ നിന്നുള്ള സംഖ്യകൾ എടുത്തിട്ട് ചെയ്ത് നോക്കിയാലും മതി. ഞാൻ ആദ്യം എക്സ് എടുത്തിട്ടൊന്ന് പറയാം. നോക്ക്, ഒരു സംഖ്യയിൽ നിന്ന് 1/2 കുറച്ചത് കിട്ടിയതിനെ, അതായത് സംഖ്യ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1/2 കുറച്ച് കിട്ടിയതിനെ എന്താണ്? അപ്പോൾ ഇതിനൊരു ബ്രാക്കറ്റ് ഇട്ട് വെക്കണം കേട്ടോ. 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഗുണിക്കണം 1/2 ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? 1/8 കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ 1/2 ഇല്ലേ, ഇതിനെ വലത്തോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ ഗുണനമാണ്, ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഈ 1/2 മാത്രം വലത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകാൻ എന്ത് ചെയ്താൽ x - 1/2 എന്ന് പറയുന്നതിനെ ഈ 2 ഇവിടെ പോകുമ്പോഴോ മേലേക്ക് പോവും, 2 ഈ 1 ഇവിടെ പോകുമ്പോഴോ താഴേക്ക് പോവും. അപ്പോൾ 1 × 8 8. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കിയാൽ എത്രയായി? 1/4 എന്നായി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഇവിടെ എന്താ എഴുതിയാൽ 1/4 എന്ന് എഴുതിയാൽ മതിയാകും. അപ്പോൾ ഇനി അടുത്ത നോക്ക്, എക്സ് മാത്രം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ 1/4 അടുത്തേക്ക് ഈ -1/2 പോകണ്ടേ? അപ്പോൾ -1/2 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? +1/2 ആയി. മൈനസ് വലത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആയി. അതായത് അരയും കാലും കൂട്ടിയാൽ മതി. ഇത് കൂട്ടാൻ നമുക്കറിയാലോ. കൂട്ടുക എങ്ങനെയാ? നമ്മൾ ആദ്യം 2ഉം 4ൻ്റെ LCM എടുക്കണം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സുഖത്തിന് വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 2 8 ഛേദം. ഇന്ന് എന്ത് ചെയ്യാം? മേലെ ഗുണിക്കുക. 2 × 1 2 കൂട്ടണം എന്താ? 4 × 1 4. അപ്പോൾ എത്ര കിട്ടി? 6/8 എന്ന് കിട്ടി. 6/8 വെട്ടി ചെറുതാക്കിയാൽ എത്ര കിട്ടുക? 3/4. നമ്മുടെ ഉത്തരം എന്താണ്? 3/4. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ നമുക്ക് കിട്ടാം. ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ട രീതി. അപ്പോൾ പല ആളുകൾക്കും എന്തറിയണ്ടാവില്ല, അങ്ങോട്ട് സമത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും എടുക്കാനൊന്നും വലുതായിട്ട് അറിയണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാം? ഇനി സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാം? ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു 2. സംഖ്യ 2 എടുത്തിട്ട് ചെയ്തു തുടങ്ങാം. ഒരു സംഖ്യയിൽ നിന്ന് 1/2 കുറച്ച് കിട്ടിയതിനെ, അതായത് 2 കുറയ്ക്കണം 1/2. 2ൽ നിന്ന് 1/2 കുറച്ചാൽ എത്ര കിട്ടുക? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം അല്ലേ? നേരെ ക്രോസ് ഗുണിക്കുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതും? താഴെ 1 × 2 2, മേലെ എന്താ? 2 × 2 4 മൈനസ് ഈ മൈനസ് ആണ് 1 × 1 1. അപ്പോൾ എത്ര കിട്ടിയെന്ന്? 3/2 എന്ന് കിട്ടി അല്ലേ? 3/2 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി എന്താ പറഞ്ഞത്? കിട്ടിയതിന് 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇവിടെ വരെ എത്തി അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? അതിന് 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഗുണിക്കണം 1/2. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? നേരെ ഗുണിച്ചാൽ മതി. ഭിന്നസംഖ്യ ഗുണിക്കാനാണെങ്കിൽ 3/4 എന്ന് കിട്ടി. അത് എന്താണെന്നാണ് പറയുന്നത്? 1/8 കിട്ടിയെന്നാണ് പറയുന്നത്. 3/4 1/8 ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്ത 4/3 എടുത്തു നോക്കുക. 4/3 കുറയ്ക്കണം 1/2. എത്രയാണ് ചെയ്താൽ കിട്ടുക? ഇതെന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 2 × 3 2 × 3 6, താഴെ 6 ക്രോസ് ചെയ്താൽ 2 × 4 8 മൈനസ് 3 × 1 3. അപ്പോൾ എത്ര കിട്ടുക? 5/6 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അതിനെ 1/2 കൊണ്ട് ഗുണിക്കണ്ടേ? അത് ഗുണിച്ചാൽ എത്ര കിട്ടി? 5/12 എന്ന് കിട്ടി. ഇത് എന്തിന് തുല്യമല്ല? 1/8
തുല്യമല്ല. അടുത്ത സംഖ്യ എടുത്തു 3/4 കുറയ്ക്കണം എന്ത് 1/2 ചെയ്യാനറിയാലോ. 2 × 4 താഴെ ഗുണിച്ചു 8 മേലെ എന്താ ക്രോസ് ഗുണിച്ചു 2 × 3 6 -4 4 × 1 ആണ് 4 എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ എന്തായി 2/8 എന്ന് കിട്ടി. ഇതിനെന്തുകൊണ്ട് ഗുണിക്കണം 1/2 കൊണ്ട് ഗുണിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. 1/2 കൊണ്ട് ഗുണിച്ചാൽ എന്തായി ഈ രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ എന്തായി 1/8 എന്ന് കിട്ടി. അതന്നെയല്ലേ ഈ 1/8. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി 3/4 ആണ് ഉത്തരം എന്ന് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന എങ്ങനെയാ മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 0.01 കൂട്ടണം 0.1 കുറയ്ക്കണം 0.01 ഗുണിക്കണം 0.1 എന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണ്ടേ. അപ്പോൾ ഇത് ചെയ്താൽ എത്ര കിട്ടുക 0.1. ഓക്കെ, നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 0.01 കൂട്ടണം 0.1 1 ഇട്ട് കഴിഞ്ഞാൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നേരെ എഴുതി 1 1 0 പോയിന്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തത് 0.11 ആണെന്ന് കിട്ടി. ഇത് 0.11 ആണ് എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ 0.01 ഗുണിക്കണം 0.1 ആണ് പറഞ്ഞത്. ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്? ആ സംഖ്യകളെ മാത്രം എടുത്ത് ഗുണിക്കുക. 1 ഗുണിക്കണം 1 എത്രയാ 1. ഇനി എന്ത് ചെയ്യണം? എത്ര പോയിന്റ് ഉണ്ട് ഇവിടെ? ഇവിടെ 1 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്, ഇവിടെ 1 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്. അപ്പോൾ ടോട്ടൽ എത്രയായി 1 2 3 പോയിന്റ് ആയില്ലേ. 3 സ്ഥാനം മാറ്റിയിട്ട് എന്താ പോയിന്റ് ഇട്ടാൽ മതി. 3 ദശാംശ സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 1 2 3. അപ്പോൾ എന്താ 0 കൊടുക്കുകയാണല്ലോ ഇവിടെയൊക്കെ ചെയ്യാം, പോയിന്റ് ഇടുക. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായി 0.01. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായി 0.11 കുറയ്ക്കണം 0.001. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. എന്താ ചെയ്തത്? ഈ 0.01 ഗുണിക്കണം 0.1 ചെയ്താൽ എന്ത് കിട്ടും? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 1 ഗുണിക്കണം 1 ചെയ്തു 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ട് 1. ഇവിടെ ഒരു 1 ആണ്, ഇവിടെ 2 3 2 സ്ഥാനം മാറ്റിയിട്ട്. അപ്പം 3 കൂടി കൂട്ടിയാൽ 3 എണ്ണാണുള്ളത് മൊത്തത്തിൽ. അപ്പോൾ 3 ദശാംശ സ്ഥാനങ്ങൾ മാറ്റിയിട്ടായിരിക്കണം ഗുണിക്കുമ്പോൾ പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ആ 3 സ്ഥാനം മാറ്റാൻ വേണ്ടി 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു, പോയിന്റ് ഇട്ടു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 0.11 കുറയ്ക്കണം 0.001 ആണ്. സാധാരണ പോലെ കുറയ്ക്കാം. നോക്ക് 0.11 കുറയ്ക്കണം 0.001. ഇവിടെ ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു 0 ഇട്ടിട്ട് വേണം കുറയ്ക്കാൻ തുടങ്ങാൻ. ഓക്കെ, എങ്ങനെ കുറയ്ക്കുക? സാധാരണ മാതിരി കുറച്ചാൽ മതി. 0 നിന്ന് 1 പോവില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 കടെടുത്തു ഇല്ലേ. അപ്പോൾ ഇവിടെ എത്രയായി 10 ആയി. 10 നിന്ന് ഇവിടെ അപ്പോൾ എന്തായി? ഇവിടെ 0 ആയി കേട്ടോ. അപ്പോൾ 10 നിന്ന് 1 പോലെ എത്രയാ 9. 0 ആണ്. 0 നിന്ന് 0 പോയാൽ 0. ഇവിടെ 1 നിന്ന് 0 പോയാൽ 1. നമ്മുടെ ഉത്തരം എത്രയാ 0.109. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നല്ല ചോദ്യമല്ലേ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. 50നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചത്. ഇതുപോലൊരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. 90നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണെന്നൊരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു കോഡും കാണാതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ കോഡ്? ആ കോഡ് ഓർമ്മയുള്ളവർ എൻ്റെ കൂടെ പറ. 44 22 322 321. എന്തായിരുന്നു ആ കോഡ്? അഭാജ്യ സംഖ്യകളുടെ കോഡ് എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? 44 22 322 321. ഒന്നുകൂടി പറ 44 2 4 അല്ലേ, 22 2 322 321. കോഡ് പഠിച്ചല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 4 എന്ന് പറഞ്ഞാൽ 10 വരെയുള്ളതാണ്. 4 എന്ന് പറഞ്ഞാൽ 10 വരെയുള്ളതാണ്. അടുത്ത 4 20 വരെ, 10നും 20നും ഇടയിൽ. അടുത്തത് 20നും 30നും ഇടയിലാണ്. അടുത്തത് 30നും 40നും ഇടയിൽ. അടുത്തത് 40നും 50നും ഇടയിൽ. നമുക്ക് വേണ്ടത് എന്താ? 50നും 100നും ഇടയിൽ എത്ര ഉണ്ട് എന്നാ. ഇതാണ് നമുക്ക് വേണ്ടത് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ 2 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 3. അതായത് ഈ 2 എന്ന് പറഞ്ഞാൽ 50 മുതൽ 60 വരെയുള്ളതും, ഈ 2 എന്ന് പറഞ്ഞാൽ 60 മുതൽ 70 വരെയുള്ളതും,
ഇതെന്ന് പറഞ്ഞാൽ 70 മുതൽ 80 വരെയുള്ളതും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മുതൽ 90 വരെയുള്ളതും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മുതൽ 100 വരെയുള്ളതും. അപ്പോൾ അതെല്ലാം കൂടിയും കൂട്ടിയാൽ മതി. 2 2 4, 4 3 7, 7 2 9 1 10 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി 10 ആണ് നമ്മുടെ ഉത്തരം. ഇനി ചോദ്യത്തിൽ ആ 1-നും 50-നും ഇടയിലുള്ളതാണ് ചോദ്യമെങ്കിലോ എന്ത് ചെയ്താൽ മതി? ഇവിടെ എടുത്താൽ മതി. 4 കൂട്ടണം 4 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 3 ചെയ്താൽ 15 എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ ആണല്ലോ? അതും പഠിക്കാലോ. അപ്പോൾ നമ്മൾ ഒറ്റ കോഡ് പഠിച്ചാൽ മതി. എന്ത്? 44 22 322 321. ഇതിനി പഠിക്കുകയൂലേ? മറക്കുമോ? ഇല്ല. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓർമ്മ കിട്ടാൻ വേണ്ടി ഇതും കൂടി ഒന്ന് ഓർത്തു വെച്ചോ. 1 മുതൽ 100 വരെയാണെങ്കിൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 25 ആണ്. 1 മുതൽ 100 വരെയുള്ളത് 25. 1 മുതൽ 50 വരെയാണെങ്കിൽ 15 എണ്ണമാണുള്ളത്. അപ്പം 50 മുതൽ 100 വരെ എത്രയായിരിക്കും? 25 1 മുതൽ 100 വരെ. 1 മുതൽ 50 വരെ 15 ആണ് എങ്കിൽ ബാക്കി എത്രയായിരിക്കും? 10. അങ്ങനെയും ഓർത്തു വയ്ക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 1 മുതൽ 100 വരെ 25 ആണെന്നുള്ള വേണമെങ്കിൽ ഓർക്കാം. കാരണം ഈ കോഡ് നമ്മൾ പഠിച്ച ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇത് പഠിച്ചു വെച്ചോ, കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അനുവിന് വിനുവിനേക്കാൾ മാർക്കുണ്ട്, മനുവിന് ദീപക്കിനേക്കാൾ മാർക്ക് കുറവാണ്, വിനുവിന് ദീപക്കിനേക്കാൾ മാർക്കുണ്ട്, കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാണെന്നാ ചോദ്യം. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം അല്ലേ? അപ്പോൾ എന്താ ആദ്യം പറയണം? അനുവിന് വിനുവിനേക്കാൾ മാർക്കുണ്ട്. അനുവിന് വിനുവിനേക്കാൾ മാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. അനുവിന് വിനുവിനേക്കാൾ മാർക്കുണ്ട്. അപ്പോൾ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മനുവിന് ദീപക്കിനേക്കാൾ മാർക്കുണ്ട്. അത് ഇവർ രണ്ടുപേരിൽ ഒരാളെ പേര് പറയാത്തതുകൊണ്ട് അടുത്തത് എന്താ നോക്കാം. ഇത് നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. അടുത്തത് എന്താ? വിനുവിന് ദീപക്കിനേക്കാൾ മാർക്ക് ഉണ്ട്. എന്താണ്? വിനുവിന് ദീപക്കിനേക്കാൾ മാർക്കുണ്ട്. അപ്പോൾ വിനുവിൻ്റെ താഴെയാണ് ആര്? ദീപക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നോക്ക്. അപ്പോൾ ഇതെടുത്ത് നോക്കാം. ഇനി മനുവിന് ദീപക്കിനേക്കാൾ മാർക്ക് കുറവാണ്. മനുവിന് ദീപക്കിനേക്കാൾ മാർക്ക് കുറവാണ്. മനുവിന് ദീപക്കിനേക്കാൾ മാർക്ക് കുറവാണ്. എന്താ ചോദ്യം? കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാ? അനുവിന്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എഴുതിയ മനസ്സിലായല്ലോ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാലും മതി. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ അനുവും വിനും ഉണ്ട്. അടുത്ത പറയുന്നതിൽ മനുവും ദീപക്കുക. അതിലാരില്ല? അനുവോ വിനോ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇതല്ല സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതാണ് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വെക്കുക. അപ്പോൾ അതിലെന്താ? വിനുവിന് ദീപക്കിനേക്കാൾ. അപ്പോൾ എന്താണ്? വിനു വന്നു. ഈ വിനു ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്താൽ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. പെട്ടെന്ന് ചെയ്യാനും പറ്റും കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ, ആകെ ആളുകൾ 400, 300 പേർ വിജയിച്ചാൽ വിജയ ശതമാനം എത്ര? വിജയ ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? വിജയിച്ച ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? വിജയിച്ച ആളുകളുടെ എണ്ണം എത്രയാ? 300 ഡിവൈഡഡ് ബൈ എത്ര ആളുകൾ ടോട്ടൽ പരീക്ഷ എഴുതി? 400 ശതമാനാക്കാൻ വേണ്ടിയിട്ട് ഗുണിക്കണം 100. പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ 0 പോയല്ലോ. അപ്പോൾ 300/4 എന്താണ്? 300/4 ചെയ്താൽ മതി. 300 4 കൊണ്ട് ഹരിച്ചാൽ മതി. 300 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 75%. 300 4 കൊണ്ട് ഹരിച്ചാൽ 75%. ഇതിന് ഞാൻ 300 4 കൊണ്ട് ഹരിക്കുക എന്നാൽ ഇതിങ്ങനെ ഹരിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3/4.75 ആണെന്ന് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3/4.75 ആണെന്ന് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 75. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഇതൊക്കെ മാത്സിൻ്റെ പ്രത്യേകത എന്താ പറയുക? നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാത്സ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉണ്ടായിരിക്കും, ഷോർട്ട് കട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്ന തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ കുറേ ആളുകൾ പറയണ കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, ഏറ്റവും സുഖകരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്, അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ പഠിക്കണം എന്നൊന്നും ഒരാൾക്കും നിങ്ങളെ നിർബന്ധിക്കേണ്ടതായിട്ടില്ല. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് ശരാശരി നേരെ എഴുതി ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ തെറ്റ് വരില്ല.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യും. അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും നോക്കാനില്ല. എന്ത് ചെയ്യുക, സമയം നോക്കിയിട്ട് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന രീതി ഏതാണ്, നിങ്ങൾക്കത് കൺവീനിയൻ്റ് ആണോ അത് മനസ്സിലാക്കുക, അത് വെച്ച് ചെയ്യാം കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം A:B 2:3 ആണ്, B:C 4:5 ആയാൽ A:B:C എത്ര? ചെയ്യാലോ, നമുക്കറിയാം അല്ലേ, ചെയ്യാനറിയാലോ. A:B:C ആണ് ചോദ്യം. A:B 2:3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2:3. എയുടെയും ബിയുടെയും നേരത്തെ താഴെ എഴുതി. ഇനി അപ്പോൾ എന്ത് ചെയ്യും? സിയുടെ അടുത്ത് ആരെഴുതും? ഈ മൂന്നിനെ തന്നെ ഇവിടെ എഴുതും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്, ഇനി എന്ത് ചെയ്യണ്ടേ? B:C തന്നിട്ടുണ്ട് അല്ലേ, ബിയുടെ നേരെ താഴെ കൊണ്ടുപോയി എഴുതി 4:5. അപ്പോൾ ഇവിടേക്ക് എന്ത് എഴുതണം? എയുടെ സ്ഥാനത്ത് ആരുമില്ല, അപ്പോൾ എന്ത് എഴുതും? ഈ 4നെ തന്നെ എടുത്ത് എഴുതും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ താഴേക്ക് ഗുണിച്ചാൽ മതി. 2 × 8 3 × 4 12 3 × 5 15. നമ്മുടെ ഉത്തരം എന്താ? 8:12:15. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളോട് A:C മാത്രമാണ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തേനെ? A:C മാത്രമാണ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തേനെ? 8:15. എയുടെ സ്ഥാനത്തുള്ള 8ഉം സിയുടെ സ്ഥാനത്തുള്ള 15 കൊടുത്തേനെ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു സംഖ്യയുടെ 4 ഇരട്ടി 72നേക്കാൾ 8 കുറവാണെങ്കിൽ സംഖ്യ എത്ര? സംഖ്യയ്ക്ക് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുന്നു? X എന്ന് എടുക്കുന്നു. X വെച്ചിട്ട് ചെയ്യാം. അല്ല എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാം. ഞാൻ ആദ്യം X വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ഒരു സംഖ്യയുടെ 4 ഇരട്ടി 72നേക്കാൾ 8 കുറവാണെങ്കിൽ സംഖ്യ എത്ര എന്ന് വെച്ചാൽ, ഒരു സംഖ്യയുടെ 4 ഇരട്ടി 4 ഗുണിക്കണം X എന്താണ്? 72നേക്കാൾ 8 കുറവാണെന്നാണ് പറഞ്ഞത് അല്ലേ? അതായത് 4x എന്ന് പറഞ്ഞാൽ എന്താണ്? 72 കുറയ്ക്കണം 8 ആണ്. എങ്കിൽ പറ 4x എന്താണ്? 72 8 പോയാൽ എത്രയാ? 64 അല്ലേ? 72 8 പോയാൽ 64 അല്ലേ? അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? x അല്ലേ കാണാൻ പറഞ്ഞത്, അതായത് സംഖ്യയാണ് കാണാൻ പറഞ്ഞത്. എത്രയായിരിക്കും? 64. ഈ 4 ഇവിടെ ഗുണനാണ്, അപ്പോൾ ഇവിടെ വരുമ്പോൾ സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഹരിക്കണം എന്നാവും അല്ലേ? ഡിവൈഡഡ് ബൈ 4. 64നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 16. എത്ര കിട്ടുക? 16. സിമ്പിൾ ചോദ്യമാണല്ലോ. അല്ല എങ്കിൽ ഈ ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വന്നേനെ? ഒരു സംഖ്യയുടെ 4 ഇരട്ടി 72നേക്കാൾ 8 കുറവാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ A 18 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 18 × 4 എത്രയാ? 72 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 18 × 4, സംഖ്യയുടെ 4 ഇരട്ടി എന്ന് പറയുന്നത് എന്താണ്? 72നേക്കാൾ 8 കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 18 × 4 എത്ര? 18 × 4 72 അല്ലായിരുന്നു. 72 സമം 72 - 8 എത്ര? 64 ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? 18 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ 16 എടുക്കുകയാണ്. 16 ഗുണിക്കണം 4 സമം 72 കുറയ്ക്കണം 8 എത്ര? 64 അല്ലേ? 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 64 ആണ്. അത് 64ന് തുല്യമല്ലേ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇത് ഫോളോ ചെയ്ത് ഇത് പഠിക്കുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ തവണ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ഓപ്ഷൻ D ഒക്കെയാണ് ഉത്തരം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സമയം അവിടെ വേസ്റ്റ് ആവാണ്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ തന്നിട്ടുള്ളത് കൊച്ചിൻ എന്ന വാക്ക് BNBGHM എന്ന കോഡാണ് എങ്കിൽ ആ ഭാഷയിൽ തൃശ്ശൂർ എന്ന വാക്കിൻ്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ എന്ന വാക്ക് എന്താണ്? BNBGHM എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്ക്, ഇതെന്താണ്? BCNOBCGHHIMN. അതായത് ഇതിൻ്റെ നേരെ തിരിച്ചാണ് എഴുതിയേക്കണം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എങ്ങനെ എഴുതാം? ഒറ്റ ഇത് മുന്നിക്കാണ് എഴുതിയേക്കുന്നത്. ഇത് -1 ആണ് എല്ലാം ചെയ്തേക്കണം. എല്ലാം -1 അല്ലേ? -1 ആണ്, ഒക്കെ -1. ഒറ്റ തൊട്ട് മുന്നത്തെ ഇതാണ് പറയുന്നത്, അക്ഷരമാണ് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ നോക്ക്, THRISSUR അല്ലേ? നമ്മൾ പറയാം ടിയുടെ മുന്നിലുള്ള ഏതാ? MNOPQRST. അപ്പോൾ ടിയുടെ തൊട്ട് മുമ്പുള്ളതാണ് S ആണ് അല്ലേ? അടുത്തത് ഏതാ? H അല്ലേ? Hന് തൊട്ട് മുമ്പുള്ളത്, H ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും? GH അല്ലേ? GH ആണ്. അപ്പോൾ എന്താണ്? SG വന്നു. അപ്പോൾ ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല. അപ്പോൾ ഇത് രണ്ടും അല്ല, Aയും Cയും മാത്രം നോക്കാം. ഇനി അടുത്തത് ഏതാ? 6 ആണ് അല്ലേ? 6 ആണല്ലോ. 6 കിട്ടാൻ എന്താ? 6ന് തൊട്ട് മുമ്പ് ഏതാ? PQR ആണ്. എന്താണ്? QR ആണ്. ഒന്ന് കുറച്ചാൽ Q ആണ് വേണ്ടത് അല്ലേ? SGQ. അപ്പോൾ ഇതല്ല, നമ്മുടെ ഉത്തരം ഓപ്ഷൻ A ആയിരിക്കും.
ഓക്കെ ആണല്ലോ? അത്ര ചെയ്താൽ മതി, മൊത്തം കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം രണ്ട് രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 0.012 ഹരിക്കണം 0.3. ആദ്യം നമ്മൾ ചെയ്യുന്നത് 0.012 ഹരിക്കണം 0.3 അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, 0.12 ആദ്യം 12 ഹരിക്കണം 1000 എന്ന് എഴുതുന്നു. 0.012 ഞാൻ എങ്ങനെ എഴുതി? 12 ഹരിക്കണം 1000 എന്ന് എഴുതുന്നു. മനസ്സിലായല്ലോ? എഴുതി മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യുന്നു? ഇത് മനസ്സിലായില്ലേ? 12 ഹരിക്കണം 1000 എഴുതി എന്താ? 3 സ്ഥാനം മാറ്റിയിട്ടാണ്. അപ്പം 3 0 ഡിവൈഡഡ് ബൈ 0.3 അല്ലേ? അതിനെന്ത് എഴുതാം? 3/10 എന്ന് എഴുതാം. ഒറ്റ സ്ഥാനം മാറ്റിയിട്ടാം. നമുക്കറിയാം ഭിന്നസംഖ്യകൾ ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 12 ഹരിക്കണം 1000 തിരിച്ചിട്ട് ഗുണിക്കുന്നു. തിരിച്ചിട്ട് ഗുണിച്ചാൽ 10/3. ഈ 0 വെട്ടിപ്പോയി. 3ഉം 12ഉം വെട്ടിയപ്പോൾ 4 എന്ന് കിട്ടി. അപ്പോൾ എന്തായി? 4/100 എന്ന് കിട്ടി. 4/100 നമുക്ക് എങ്ങനെ എഴുതാം? 0.04. 100 ആണെന്നാൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം അല്ലേ? 2 സ്ഥാനം 1 2 സ്ഥാനം മാറ്റി ഇടണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അല്ല എങ്കിൽ നോക്കിക്കോ, 0.012 ഡിവൈഡഡ് ബൈ 0.3. ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം എന്ത് ചെയ്യുക? ഇവിടെയുള്ള സംഖ്യ ഏതാ? 12ഉം 3ഉം അല്ലേ? അതായത് സാധാരണ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ ഏതാ? 12ഉം 3ഉം ആണ്. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 4 അല്ലേ? ആ 4 അങ്ങ് എടുത്ത് എഴുതാം. എന്നിട്ട് മേലെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ? 1 2 3 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ അല്ലേ? എന്താ പറഞ്ഞേക്കണേ? മേലെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ? 3 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ. താഴത്തോ 1 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ. ഹരിക്കാൻ പറഞ്ഞാൽ ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? മേലെ എത്ര സ്ഥാനം പോയിന്റ് ഇട്ടേക്കണേ അതിനെന്ത് ചെയ്യുക? താഴത്തുനിന്ന് കുറയ്ക്കുക. മേലെ 3 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടത്, താഴെ 1 സ്ഥാനം മാറ്റിയിട്ട്. അപ്പോൾ 3ന്ന് 1 കുറയ്ക്കുക എത്ര? 2. 3 1 പോയാൽ 2. ആ 2 സ്ഥാനമായിരിക്കും ഉത്തരത്തിലുണ്ടാവുക. അപ്പോൾ എന്താ? 1 2. രണ്ടാം സ്ഥാനത്ത് എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുത്തു. 0.04 ആയിരിക്കും നമ്മുടെ ഉത്തരം. എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം 0.012 ഡിവൈഡഡ് ബൈ 0.3 ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 0.012 12 അല്ലേ സംഖ്യ? ഇവിടെ എന്താ ഉള്ളത്? 3 അല്ലേ സംഖ്യ? അപ്പോൾ 12നെ 3 കൊണ്ട് ഹരിച്ച് 4 എന്ന് എഴുതി. ഇനി നോക്ക്, ഇവിടെ എന്താ ഉള്ളത്? 3 സ്ഥാനങ്ങളാണ് മേലെ ഉള്ളത് അല്ലെ? അംശത്തിൽ 3 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കുന്നത്. 3 ദശാംശ സ്ഥാനങ്ങളാണുള്ളത്. അങ്ങനെ തന്നെ പഠിച്ചോ. മേലെയുള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കുറയ്ക്കണം താഴെയുള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം. ഇവിടെ 3 എണ്ണാണ്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ മേലെ 3ന്ന് 1 കുറച്ചാൽ എത്ര? 2 ആണ്. അപ്പോൾ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം മാറിയിട്ടായിരിക്കും? 2 സ്ഥാനം മാറ്റിയിട്ടായിരിക്കും നമ്മുടെ ഉത്തരം 0.04 അങ്ങനെ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണെന്ത്? കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇതാ അടുത്തൊരു ചോദ്യം. 135 സ്ക്വയർ സമം 18,225 എങ്കിൽ 0.135 സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദിച്ചത്. 0.135 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 135 നമുക്ക് എങ്ങനെ എഴുതാം? 135 ഹരിക്കണം 1000. 3 0 എന്താ? 3 സ്ഥാനം മാറ്റിയിട്ടാ. സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 135ന്റെ സ്ക്വയർ എത്രയാ? 18,225. 1000ന്റെ സ്ക്വയർ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 6 0 ഉണ്ടാവും അല്ലേ? 6 0 ഉണ്ടാവും. 1 2 3 4 5 6 6 0 ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യണം? 6 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം ഉത്തരത്തിൽ അല്ലേ? 18,225 1 2 3 4 5 6 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ഉത്തരമാണെന്ന് കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ നേരെ എന്തെഴുതാം? ഈ 0.135 ഹോൾ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ നേരെ എന്തെഴുതാം? ഇത് സംഖ്യ അതേപോലെ എടുത്ത് എഴുതാം. 135ന്റെ സ്ക്വയർ അതേമാതിരി എടുത്ത് എഴുതാം. 18,225 എഴുതാം. എന്നിട്ട് നോക്കുക, ചോദ്യത്തിൽ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണത്? 1 2 3 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ.
അല്ലേ? എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 3 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അവയുടെ ഇരട്ടി എടുക്കുക. സ്ക്വയർ കാണാൻ പറഞ്ഞാൽ ഇരട്ടി എടുക്കുക. എന്താണ്? ഇരട്ടി എടുക്കണം. സ്ക്വയർ കാണാൻ പറഞ്ഞാൽ ഇരട്ടി എടുക്കണം, മറക്കരുത്. ദശാംശ സ്ഥാനങ്ങളുടെ ഇരട്ടി, 3ന്റെ ഇരട്ടി എത്ര? 6. എത്ര? 1 2 3 4 5 6. 6ൽ ആളില്ല, അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തു. 0.0182225. എന്താ പറഞ്ഞത്? ഒരു തവണ കൂടി പറയാം. ഇവിടെ പറഞ്ഞത് എന്താ? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 0.135ന്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്തു? 135ന്റെ സ്ക്വയർ അതേമാതിരി എടുത്ത് എഴുതാം. 225. ഇനി എന്ത് എഴുതണം? ഇവിടെ എത്ര ദശാംശ സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ്? 1 2 3 ദശാംശ സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണത്. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 3 ആണ്. സ്ക്വയർ കാണാൻ പറഞ്ഞാൽ വർഗം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ദശാംശ സ്ഥാനങ്ങളുടെ ഇരട്ടി എടുക്കണം. സ്ക്വയർ അല്ല, ഇരട്ടി എടുക്കണം. 3ന്റെ ഇരട്ടി 1 2 3 4 5. 3ന്റെ ഇരട്ടി 6. 6ൽ ആളില്ല, അപ്പോൾ ഒരു 0 ഇട്ടു. 0.0182225. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കുറച്ചുകൂടിയും ഹാർഡായിട്ട് പഠിക്കുക ലാസ്റ്റ് എക്സാമുള്ള ആളുകൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.